ഇന്ന് ദിവസം 116. ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ 1 സാമുവൽ അധ്യായം 25 സങ്കീർത്തനങ്ങൾ 63. 1 സാമുവൽ അധ്യായം 25. സാമുവലിൻ്റെ മരണം. സാമുവൽ മരിച്ചു. ഇസ്രായേലിയർ ഒരുമിച്ചുകൂടി അവനെ ഓർത്ത് വിലപിച്ചു. റാമായിലുള്ള സ്വന്തം ഭവനത്തിൽ അവനെ സംസ്കരിച്ചു. ദാവീദ് പാരാൻ മരുഭൂമിയിൽ പോയി പാർത്തു. ദാവീദും അബിഗായിലും. കാർമലിലെ ഒരു വ്യാപാരി മാവോനിൽ ഉണ്ടായിരുന്നു. വലിയ ധനികനായിരുന്നു. അവന് 3000 ചെമ്മരിയാടുകളും 1000 കോലാടുകളും ഉണ്ടായിരുന്നു. കാർമലിൽ വച്ചാണ് ആടുകളുടെ രോമം കത്തിരിച്ചിരുന്നത്. കാലേബ് വംശജനായ അവൻ്റെ പേര് നാബാൽ എന്നും ഭാര്യയുടെ പേര് അബിഗായിൽ എന്നുമായിരുന്നു. അവൾ വിവേകതിയും സുന്ദരിയുമായിരുന്നു. അവനാകട്ടെ ഹീനനും ദുഷ്കർമ്മിയും. നാബാൽ ആടുകളുടെ രോമം കത്തിരിക്കുകയാണെന്ന് മരുഭൂമിയിൽ വെച്ച് ദാവീദ് കേട്ടു. അവൻ 10 ചെറുപ്പക്കാരെ വിളിച്ച് കാർമലിൽ ചെന്ന് നാബാലിനെ എൻ്റെ പേരിൽ അഭിവാദനം ചെയ്യുക എന്ന് പറഞ്ഞയച്ചു. നിങ്ങൾ ഇപ്രകാരം പറയണം: നിനക്ക് സമാധാനം, നിന്റെ ഭവനത്തിനും നിനക്കുള്ള സകലതിനും സമാധാനം. നിനക്ക് ആടുകളുടെ രോമം കത്തിരിക്കുന്നവരുണ്ടെന്ന് ഞാൻ അറിയുന്നു. കാർമലിൽ ആയിരുന്ന കാലമെല്ലാം നിന്റെ ഇടയന്മാർ ഞങ്ങളുടെ കൂടെയായിരുന്നു. ഞങ്ങൾ അവർക്ക് ഒരു ഉപദ്രവവും ചെയ്തില്ല. അവർക്ക് നഷ്ടമൊന്നും വന്നതുമില്ല. നിന്റെ ഭൃത്യന്മാരോട് ചോദിച്ചാൽ അവർ ഇത് പറയും. അതിനാൽ എൻ്റെ ദാസന്മാരോട് പ്രീതി കാണിക്കണം. ഒരു വിശേഷ ദിവസമാണ് ഞങ്ങൾ വരുന്നത്. നിന്റെ പുത്രനായ ദാവീദും നിന്റെ ദാസന്മാർക്കും നിന്റെ കൈവശമുള്ളത് തരണമെന്ന് അപേക്ഷിക്കുന്നു. ദാവീദിൻ്റെ ദാസന്മാർ ചെന്ന് ഇതവൻ്റെ നാമത്തിൽ നാബാലിനോട് പറഞ്ഞിട്ട് കാത്തുനിന്നു. നാബാൽ അവരോട് ചോദിച്ചു: ആരാണ് ഈ ദാവീദ്? ജസ്സയുടെ പുത്രൻ ആരാണ്? യജമാനന്മാരിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞു പോകുന്ന ഭൃത്യന്മാർ ഇക്കാലത്ത് ധാരാളമുണ്ട്. എൻ്റെ ആടുകളുടെ രോമം കത്തിരിക്കുന്നവർക്കായി ഒരുക്കിയിട്ടുള്ള ഇറച്ചിയും അപ്പവും വെള്ളവും എടുത്ത് എവിടെ നിന്ന് വരുന്നുവെന്ന് പോലും അറിഞ്ഞുകൂടാത്തവർക്ക് കൊടുക്കണമെന്നോ? അവർ തിരിച്ചു വന്ന് എല്ലാ വിവരവും ദാവീദിനെ അറിയിച്ചു. അവൻ അവരോട് പറഞ്ഞു: ഓരോരുത്തരും വാൾ അരയിൽ കെട്ടുവേൻ. അവർ അങ്ങനെ ചെയ്തു. ദാവീദും വാളെടുത്തു. 400 പേർ അവനോടുകൂടി പോയി. 200 പേർ ഭാണ്ഡങ്ങൾ സൂക്ഷിക്കാൻ അവിടെ തങ്ങി. അതിനിടയ്ക്ക് ഭൃത്യയിലൊരുവൻ നാബാലിൻ്റെ ഭാര്യ അബിഗായിലിനോട് പറഞ്ഞു: യജമാനെ അഭിവാദനം ചെയ്യാൻ ദാവീദ് മരുഭൂമിയിൽ നിന്ന് ദൂതന്മാരെ അയച്ചിരുന്നു. എന്നാൽ അവൻ അവരെ ശകാരിച്ചയച്ചു. അതേസമയം അവർ നമുക്ക് വലിയ ഉപകാരികളായിരുന്നു. ഞങ്ങൾ വയലിൽ അവരോടുകൂടെ വസിച്ചിരുന്ന കാലത്തൊരിക്കലും അവർ ഞങ്ങളെ ഉപദ്രവിച്ചിട്ടില്ല. ഞങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടതുമില്ല. ആടുകളെ മേയിച്ചുകൊണ്ട് അവരോടുകൂടെ ആയിരുന്നപ്പോഴൊക്കെ രാവും പകലും അവർ ഞങ്ങൾക്കൊരു കോട്ടയായിരുന്നു. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് തീരുമാനിക്കുക. യജമാനനും കുടുംബത്തിനും ദ്രോഹം ചെയ്യാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു. യജമാനൻ ദുസ്വഭാവനാകൊണ്ട് അവനോട് ആർക്കും ഇത് പറയാനായില്ല. അബിഗായിൽ തിടുക്കത്തിൽ 200 അപ്പവും 2 തോൽക്കുടം വീഞ്ഞും പാകം ചെയ്ത 5 ആടും 5 കുട്ട മലരും 100 ഉണക്കമുന്തിരിക്കുലയും അത്തിപ്പഴം കൊണ്ടുള്ള 200 അടയും എടുത്ത് കഴുതപ്പുറത്ത് കയറ്റി. അവൾ ഭൃത്യരോട് പറഞ്ഞു: നിങ്ങൾ മുൻപേ പോവുക, ഞാനിതാ വരുന്നു. അവൾ ഭർത്താവായ നാബാലിനെ അറിയിച്ചില്ല. അവൾ കഴുതപ്പുറത്ത് കയറി മലടിവാരത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ദാവീദും അനുയായികളും എതിരെ വരുന്നത് കണ്ടു. ദാവീദ് പറയുകയായിരുന്നു: മരുഭൂമിയിൽ അവനുണ്ടായിരുന്നതൊക്കെ ഞാൻ കാത്തു സൂക്ഷിച്ചത് വെറുതെയായി. അവൻ്റെ വക യാതൊന്നും നഷ്ടപ്പെട്ടില്ല. അവനാകട്ടെ എന്നോട് നന്മയ്ക്ക് പകരം തിന്മ ചെയ്തു. അവൻ്റെ ആളുകളിൽ ഒരുവനെയെങ്കിലും പുലരും വരെ ജീവനോടിരിക്കാൻ ഞാൻ അനുവദിച്ചാൽ ദൈവം ദാവീദിൻ്റെ ജീവൻ എടുത്തുകൊള്ളട്ടെ. ദാവീദിനെ കണ്ടപ്പോൾ അബിഗായിൽ തിടുക്കത്തിൽ കഴുതപ്പുറത്തു നിന്നിറങ്ങി അവൻ്റെ മുൻപിൽ സാഷ്ടാംഗം നമസ്കരിച്ചു. അവൾ അവൻ്റെ കാൽക്കൽ വീണ് പറഞ്ഞു: പ്രഭോ, ഈ തെറ്റ് എൻ്റെ മേലായിരിക്കട്ടെ. അങ്ങയുടെ ദാസിയെ സംസാരിക്കാൻ അനുവദിച്ചാലും ഈ ദാസിയുടെ വാക്കുകൾ കേൾക്കണമേ. ദുസ്വഭാവനായ ഈ നാബാലിനെ അങ്ങ് പരിഗണിക്കരുത്. പേരുപോലെ തന്നെ സ്വഭാവവും. നാബാൽ എന്ന പേര് അർത്ഥമാക്കുന്നത് പോലെ ഭോഷത്രമേ അവൻ പ്രവർത്തിക്കുകയുള്ളൂ. അങ്ങയച്ച ആൾക്കാരെ ഈ ദാസി കണ്ടില്ല. പ്രഭോ, അങ്ങയുടെ കൈകൊണ്ടുള്ള രക്തച്ചൊരിച്ചിലും പ്രതികാരവും കർത്താവ് തടഞ്ഞതുകൊണ്ട് കർത്താവും അങ്ങുമാണ്. അങ്ങയുടെ ശത്രുക്കളും അങ്ങയുടെ നാശം അന്വേഷിക്കുന്നവരും നാബാലിനെ പോലെ ആയിത്തീരട്ടെ. ഇപ്പോൾ അങ്ങയുടെ ദാസി കൊണ്ടുവന്നിരിക്കുന്ന കാഴ്ച സ്വീകരിച്ച് അനുചരന്മാർക്ക് നൽകിയാലും ഈ ദാസിയുടെ അപരാധം ക്ഷമിക്കണമേ. കർത്താവ് അങ്ങേക്ക് വിശ്വസ്തമായ ഒരു ഭവനം പണിയും. എന്തെന്നാൽ കർത്താവിന് വേണ്ടിയാണ് അങ്ങ് യുദ്ധം ചെയ്യുന്നത്. ആയുഷ്കാലത്തൊരിക്കലും അങ്ങിൽ തിന്മയുണ്ടാവുകയില്ല.
ആർ അങ്ങയെ പിന്തുടർന്ന് ജീവഹാനി വരുത്താൻ ശ്രമിച്ചാലും അങ്ങയുടെ പ്രാണനെ ദൈവമായ കർത്താവ് നിധി എന്ന പോലെ സൂക്ഷിച്ചുകൊള്ളും. അങ്ങയുടെ ശത്രുക്കളുടെ ജീവനാകട്ടെ കവണിയിൽ നിന്നെന്ന പോലെ അവിടുന്ന് തെറിപ്പിച്ചു കളയും. കർത്താവ് വാഗ്ദാനം ചെയ്തിരിക്കുന്ന എല്ലാ നന്മയും പൂർത്തിയാക്കി അങ്ങയെ ഇസ്രായേൽ രാജാവാക്കും. അപ്പോൾ കാരണമില്ലാതെ രക്തം ചിന്തിയെന്നോ സ്വന്തം കൈകൊണ്ട് പ്രതികാരം ചെയ്തെന്നോ ഉള്ള വ്യതയും മനസാക്ഷിക്കുത്തും അങ്ങേക്കുണ്ടാവുകയില്ല. കർത്താവ് നന്മ വരുത്തുമ്പോൾ അങ്ങയുടെ ദാസിയെയും ഓർക്കണമേ. ദാവീദ് അബിഗായിലിനോട് പറഞ്ഞു, ഇന്ന് നിന്നെ എൻ്റെ അടുത്തേക്ക് അയച്ച് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. രക്തച്ചൊരിച്ചിലിൽ നിന്നും സ്വന്തം കൈയാലുള്ള പ്രതികാരത്തിൽ നിന്നും എന്നെ ഇന്ന് തടഞ്ഞ നീയും നിന്റെ വിവേകവും അനുഗ്രഹീതമാണ്. നീ ബന്ധപ്പെട്ട് എന്നെ എതിരേൽക്കാൻ വന്നില്ലായിരുന്നുവെങ്കിൽ നിന്നെ ഉപദ്രവിക്കുന്നതിൽ നിന്ന് എന്നെ തടഞ്ഞ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവാണ്. നേരം പുലരുമ്പോഴേക്കും ഒരൊറ്റ പുരുഷൻ പോലും നാബാലിനെ അവശേഷിക്കുകയില്ലായിരുന്നു. അവൾ കൊണ്ടുവന്നത് ദാവീദ് സ്വീകരിച്ചു. അവൻ പറഞ്ഞു, സമാധാനത്തോടെ വീട്ടിലേക്ക് പോയിക്കൊള്ളുക. നിന്റെ വാക്ക് ഞാൻ ശ്രവിച്ചിരിക്കുന്നു, നിന്റെ അപേക്ഷ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. അബിഗായിൽ നാബാലിൻ്റെ അടുത്തെത്തി. അവൻ തൻ്റെ വീട്ടിൽ രാജകീയമായ ഒരു വിരുന്ന് നടത്തുകയായിരുന്നു. വളരെയധികം മദ്യപിച്ചിരുന്നതിനാൽ അവൻ ഉന്മത്തനായിരുന്നു. പ്രഭാതം വരെ അവൾ യാതൊന്നും അവനോട് പറഞ്ഞില്ല. നാബാലിന് രാവിലെ ലഹരി ഇറങ്ങിയപ്പോൾ അവൾ ഇക്കാര്യം അവനോട് പറഞ്ഞു. അത് കേട്ട് ഹൃദയം മരവിച്ച് അവൻ ശിലാതുല്യനായി തീർന്നു. ഏകദേശം 10 ദിവസം കഴിഞ്ഞപ്പോൾ കർത്താവ് നാബാലിനെ ശിക്ഷിച്ചു. അവൻ മരിച്ചു. നാബാലിൻ്റെ മരണവാർത്ത കേട്ടപ്പോൾ ദാവീദ് പറഞ്ഞു, അവൻ എന്നോട് കാണിച്ച നിന്ദയ്ക്ക് പകരം ചോദിക്കുകയും അവിടുത്തെ ദാസനെ തിന്മയിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്ത കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. നാബാലിൻ്റെ ദുഷ്ടത കർത്താവ് അവൻ്റെ തലയിലേക്ക് തന്നെ അയച്ചിരിക്കുന്നു. അനന്തരം അബിഗായിലിനെ ഭാര്യയാക്കാനുള്ള ഉദ്ദേശത്തോടെ അവളോട് സംസാരിക്കാൻ ദാവീദ് ദൂതന്മാരെ അയച്ചു. അവർ കാർമലിൽ അബിഗായിലിൻ്റെ അടുത്ത് ചെന്ന്, ദാവീദിൻ്റെ ഭാര്യയാകുന്നതിന് നിന്നെ കൂട്ടിക്കൊണ്ടു ചെല്ലാൻ അവൻ ഞങ്ങളെ അയച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അവൾ എഴുന്നേറ്റ് നിലംപറ്റ് താണു തൊഴുതു പറഞ്ഞു, ഈ ദാസി എൻ്റെ യജമാൻ്റെ ദാസന്മാരുടെ പാദം കഴുകേണ്ടവളാണ്. അബിഗായിൽ എഴുന്നേറ്റ് കഴുതപ്പുറത്ത് കയറി 5 പരിചാരകന്മാരോടൊപ്പം ദാവീദിൻ്റെ ഭൃത്യന്മാരുടെ പിന്നാലെ പോയി. അവൾ ദാവീദിൻ്റെ ഭാര്യയായി തീർന്നു. ജസ്രയേലിൽ നിന്ന് അഹിനോവാമിനെയും ദാവീദ് ഭാര്യയായി സ്വീകരിച്ചു. ഇരുവരും അവൻ്റെ ഭാര്യമാരായി തീർന്നു. ദാവീദിന് ഭാര്യയായി നൽകിയ തൻ്റെ മകൾ മിഗാലിനെ സാവൂൾ ഗല്യംകാരനായ ലായിഷിൻ്റെ മകൻ ഫാൽത്തിക്ക് ഭാര്യയായി നൽകി. സങ്കീർത്തനങ്ങൾ 63. ദൈവത്തിനു വേണ്ടി ദാഹിക്കുന്നു. ദൈവമേ, അവിടുന്നാണ് എൻ്റെ ദൈവം. ഞാൻ അങ്ങയെ തേടുന്നു. എൻ്റെ ആത്മാവ് അങ്ങേക്കായി ദാഹിക്കുന്നു. ഉണങ്ങി വരണ്ട ഭൂമി എന്ന പോലെ എൻ്റെ ശരീരം അങ്ങയെ കാണാതെ തളരുന്നു. അങ്ങയുടെ ശക്തിയും മഹത്വവും ദർശിക്കാൻ ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ വന്നു. അങ്ങയുടെ കാരുണ്യം ജീവനേക്കാൾ കാമ്യമാണ്. എൻ്റെ അധരങ്ങൾ അങ്ങയെ സ്തുതിക്കും. എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അങ്ങയെ പുകഴ്ത്തും. ഞാൻ കൈകൾ ഉയർത്തി അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കും. കിടക്കയിൽ ഞാൻ അങ്ങയെ ഓർക്കുകയും രാത്രിയാമങ്ങളിൽ അങ്ങയെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ സംതൃപ്തി അടയുന്നു. എൻ്റെ അധരങ്ങൾ അങ്ങേക്ക് ആനന്ദഗാനം ആലപിക്കും. അവിടുന്ന് എൻ്റെ സഹായകമാണ്. അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ ആനന്ദിക്കും. എൻ്റെ ആത്മാവ് അങ്ങയോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു. അങ്ങയുടെ വലതുകൈ എന്നെ താങ്ങി നിർത്തുന്നു. എൻ്റെ ജീവൻ നശിപ്പിക്കാൻ നോക്കുന്നവർ ഭൂമിയുടെ അഗാധഗർത്തങ്ങളിൽ പതിക്കും. അവർ വാളിനിരയാകും. അവർ കുറുനരികൾക്ക് ഭക്ഷണമാകും. എന്നാൽ രാജാവ് ദൈവത്തിൽ സന്തോഷിക്കും. അവിടുത്തെ നാമത്തിൽ സത്യം ചെയ്യുന്നവർ അഭിമാനം കൊള്ളും. നുണയുടെ വായി അടഞ്ഞു പോകും.